friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും തേങ്ങാപ്പാലും വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നത് ഈ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ 4 പഴവും ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടി കുറവുള്ള 2-ാം പാല് 3/4 കപ്പും കട്ടിയുള്ള 1-ാം പാല് 1/2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ട് റൈസിൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കണില്ല. ഞാൻ നെയ്യിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പഴം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ടി കുറഞ്ഞിട്ടുള്ള 2-ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ നടുകീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം, കട്ടിയുള്ള തേങ്ങാപ്പാൽ. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് നമുക്ക് പുട്ടിൻ്റെ അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.